ഈ ഒരു ഒറ്റ കാര്യം കണ്ടതിൽ പിന്നാണ് ഞങ്ങൾക്ക് ട്രിപ്പ് അങ്ങോട്ട് പേടിയായി തുടങ്ങിയത്. ഞങ്ങൾ 4 പേരും കൂടെ ചേർന്ന് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. അതും ഞങ്ങളുടെ സ്ഥലമായ പത്തായത്ത് നിന്നും അച്ചൻകോവിൽ കാട് വഴി നേരെ തെങ്കാശി. ഒരാൾ 500 വീതമായിട്ട് ടോട്ടൽ 2000 രൂപയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തമിഴ്നാട് യാത്ര. വണ്ടിയുടെയൊക്കെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കാട്ടിക്കൂടെ വിട്ടു. നമുക്ക് വേണമെങ്കിൽ തെമ്മല വഴിയും തെങ്കാശി പോവാം, പക്ഷേ കാടിന്റെ വൈബ് ഒന്ന് പിടിക്കാനാണ് കാട്ടിക്കൂടെ വെച്ച് പിടിച്ചത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കാട്ടിക്കൂടെ മാത്രമുള്ളൊരു യാത്രയാണ്. കാടിൻ്റെയൊക്കെ ഭംഗി കണ്ട് നല്ല ആസ്വദിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴേ ദാണ്ട് ഈ ഒരു കാര്യം കാണുന്നു. NGB ഇറങ്ങുന്ന സ്ഥലമെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആദ്യമൊന്നും ഞങ്ങൾ മൈൻഡ് ആക്കിയില്ല, മുന്നോട്ട് പോയി. മുന്നോട്ട് വന്നപ്പം റോഡ് സൈഡിൽ നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നു. അപ്പോഴാണ് ഉള്ളിലൊരു പേടിയായത്. പിന്നെ കാടൊന്നും ആസ്വദിക്കാൻ നിന്നില്ല, എങ്ങനെങ്കിലും തമിഴ്നാട് എത്തിയാൽ മതിയെന്നായി. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ആൾതാമസമൊക്കെ കണ്ടു തുടങ്ങിയത്. കാണുന്നത് അച്ചൻകോവിൽ 6 ആണെന്ന് തോന്നുന്നു. പോടാ. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നോക്കിയപ്പം കുറെ ആൾക്കാർ കുളിക്കാനും ചൂണ്ടയിടാനൊക്കെ നിപ്പോണ്ട്. അങ്ങനെ വണ്ടി ഒരു 1/2 മണിക്കൂർ തണുപ്പിച്ച് ഇനി നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോകുള്ള ചുരം കയറി തുടങ്ങണം. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും കൂട്ടിന് കുറെ വണ്ടികളുണ്ട്. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും റോഡിൽ മൊത്തം നല്ല കോടമഞ്ഞ്. ഏത് വൈബ് വെച്ചാണേ. ഫസ്റ്റ് ടൈം വണ്ടി കൊടുക്കണേ. ചൂരം കൊണ്ട് കയറി കഴിഞ്ഞപ്പോഴാണ് പിള്ളേരൊക്കെ അങ്ങോട്ട് ചാർജായി തുടങ്ങി. ഇതൊക്കെ കൂടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ടുള്ള ചുരം ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് തമിഴ്നാട്. ചുരം ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പോകാൻ പറ്റുന്ന മേക്കര ഡാമിലോട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു കേരളത്തിന്റെ ഫീൽ കിട്ടും. അത് ഇപ്പോഴത്തെ കേരളമല്ല, പഴയ കേരളം. ഇപ്പോഴൊന്നും ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. ഈ വയലും ചേറിന്റെ മണവും നെൽകൃഷി അതൊക്കെ പണ്ട് ഞാനിങ്ങനെ കണ്ട ഒരു ഓർമ്മയുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കാറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം, എന്താ സുഖമെന്നറിയൂ. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ നെൽകൃഷി നടത്തിക്കൊണ്ടിരുന്ന കണ്ടത്തിലൊക്കെ ഇപ്പൊ റബ്ബറാണ്. അവിടെ പിന്നെ എന്തോ കാണാനാ ഉള്ളത്. ഇവിടെ വരുമ്പോൾ എന്തൊരു തണുത്ത കാറ്റാണെന്നറിയൂ. നമ്മൾ ഈ വയലിന്റെ കാഴ്ച കാണാൻ മാത്രം വന്നാലും നമുക്ക് ഒരു നഷ്ടമില്ല. കാര്യം വയലിന്റെ ഭംഗി വേറെയാണ്. അങ്ങനെ ഡാമിലെ കാഴ്ചയൊക്കെ കണ്ട് നേരെ ഇനി തിരുമലക്കോവിൽ അമ്പലത്തിൽ കയറാനാണ് പോകുന്നത്. എവിടെ പോയാലും നമുക്ക് മലയാളീസിന് ചായ വേണ്ടേ, അപ്പോൾ ഒരു ചായ അങ്ങ് കുടിച്ചിട്ട് നേരെ അങ്ങ് വെച്ച് കുടിക്കാന്ന് വെച്ച്. ചാലഞ്ച് ചെയ്യാം.
അങ്ങനെ ഞങ്ങൾ തെങ്കാശിയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു അമ്പലമാണ് ഇത്, തിരുമലക്കോവിൽ. ഒരു വലിയ പാറയുടെ മുകളിലാണ് ഈ അമ്പലം. അതിനോട് ചേർന്നൊരു കുളവുണ്ട്. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്, എത്ര വേനൽ വന്നാലും പറ്റില്ല. അങ്ങനെ സമയം വൈകിട്ട് 6 മണിയായി. അങ്ങനെ ഞങ്ങൾ തെങ്കാശിയിൽ നേരെ ചെങ്കോട്ട വന്നു. അതും ഇവിടുത്തെ ബൺ പൊറോട്ടയും കാട ഫ്രൈയും കഴിക്കാൻ. ഇത് റൂമത്തോട്ടലാണ്. നേരൊക്കെ ഇവിടെ എന്തൊരു തിരക്കാണെന്നറിയും. ഇവിടുത്തെ ഫേമസ് ഫുഡാണ് ബൺ പൊറോട്ടയും കാട ഫ്രൈ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.